ഞാനിപ്പോൾ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചോറ് കുക്കറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മോര് കറി ഉണ്ടാക്കാം, ഉണക്കമീൻ ഫ്രൈ ചെയ്യാം. ചക്കക്കുരുവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് അവിയൽ വെക്കാനായിട്ട് സെറ്റ് ചെയ്ത് വേകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ചക്കക്കുരുവും ചെറിയ ഉള്ളിയും കൂടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കാം. ചക്കക്കുരും ചെറിയ ഉള്ളി വേകാൻ വെച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തേങ്ങാപ്പീര നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയുടെ അരപ്പ്. അപ്പം നമ്മൾ ആ അരപ്പ് അരച്ചതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരപ്പ് മാത്രം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി ആ വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പിലയും ചക്കക്കുരുവും കൂടിയിട്ട് വേകാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വേവട്ടെ. നമുക്കത് ഗ്യാസ് കത്തിച്ചിട്ട് മോര് കറി ഉണ്ടാക്കാം. ഉണക്കമീൻ ഫ്രൈ ചെയ്യാനും വയ്ക്കാം. സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്തെടുക്കാം. രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പം എന്തായാലും ചോറ് വെച്ചാൽ അത് കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ ഓർത്തിട്ടാണ്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. കുറച്ചെണ്ണ കൂടി നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. ഉണക്കമീൻ ഇടുമ്പം കുറച്ചെണ്ണ മതി. ഇതിൽ ഞാൻ മസാല ഒന്നും ചേർത്തിട്ടില്ല. മീൻ മാത്രം ഇടുകയാണ്. ഇങ്ങനെ നൈസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കൂടുതൽ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. വേണമെങ്കിൽ വെച്ച് മൂടാം. നമുക്ക് കടുക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓക്കെ. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആവാൻ വയ്ക്കണം കേട്ടോ. അപ്പോഴേ കുറച്ച് ഫ്രൈ ആയി സെറ്റായി വരുള്ളൂ.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് മോര് ഒഴിക്കുമ്പോൾ നമ്മൾ പിന്നെ ഗ്യാസ് ഓണാക്കേണ്ട കാര്യമില്ല. ആ മൺചട്ടി തന്നെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ആ ചൂടിൽ തന്നെ മോര് സെറ്റായില്ല. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ചേർക്കുമ്പോൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൽ ചേർക്കാം. നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും. ഓൾറെഡി ഞാൻ നമ്മൾ മോരിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അതനുസരിച്ചാണ് ചേർത്താൽ മതി. മണത്തിനും ഗുണത്തിനും വേണ്ടുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണെന്നൊക്കെ ചേർത്താൽ മതി. ഇത് ഒന്ന് ഇളക്കി മറിച്ച് വെച്ച് കൊടുക്കാം. ചക്കക്കുരു ഉള്ളിയും കൂടെ വെക്കുന്ന ആ അവിയലുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. ഇത് വെന്തോ നോക്കാം. ഇത് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ അരപ്പ് കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. ഒരൽപ്പം വെള്ളം ചേർത്ത് ഈ അരപ്പൊന്ന് വേണ്ടി നാല് സൈഡിലും കൂടെ ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്ത് അടച്ചു വെച്ചാൽ അതിനുശേഷം നമ്മുടെ മീൻ ഫ്രൈ ഒന്ന് നോക്കാം. ഇതൊക്കെ എടുക്കണമെങ്കിലാണ് ഇതുകൊണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. എണ്ണ ഇല്ലെങ്കിൽ ഒരൽപ്പം എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് എണ്ണ വേണ്ടാത്തവർക്ക് വെള്ളത്തിൽ വേവിച്ച് നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ചേർക്കരുത് കേട്ടോ. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടുമെന്ന് പറയാം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എണ്ണയിൽ
നന്നായിട്ട് വഴണ്ട് വരുന്നത് പോലെ ഒരു ഇത് ഉണ്ടാവില്ല. ഉള്ളിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പം വെള്ളം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വെള്ളത്തിലും ഒക്കെ കൂടെ കിടന്നാണ് വഴണ്ടുന്നത്. മറ്റത് എണ്ണയിൽ മാത്രം വരണ്ട് വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത് ഇളക്കിയെന്ന് വെച്ചാൽ മതി. ചട്ടിയുടെ ചൂടിൽ തന്നെ സെറ്റായി വന്നു. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മോര് നല്ല കൊഴുപ്പുള്ള മോര് മിക്സിയിൽ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. തുള്ളി വേണം, ഒരുപാടില്ല. നന്നായി മിക്സിയുടെ ജാറിൽ മോര് കട്ടിയുള്ള മോരായതുകൊണ്ട് അതിങ്ങനെ സെറ്റായിട്ട് ഇരിക്കും. നമുക്ക് തുള്ളി വെള്ളം മോര് കറി സക്സസ്. കണ്ടില്ലേ, സൂപ്പർ മോര്. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോര് ഇതിൽ തന്നെ ചൂടാവും. നമ്മൾ പിന്നെ ഗ്യാസ് ഓണാക്കിയാൽ ഇത് തിളച്ച് പിരിഞ്ഞു പിന്നെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഗ്യാസ് ഓണാക്കണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. പൊളി. വേണമെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉടനെ ചൂടായി വരില്ല. ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. അപ്പം അത് ഇവിടെ ഇരുന്ന് ചൂടാവും. ഓക്കെ, അത് ഓക്കെ ആയിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഇതിനെ അരപ്പിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അരപ്പൊക്കെ ചേർത്ത് മിക്സാക്കി ഇളക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം. ലാസ്റ്റ് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തട്ടിപ്പൊത്തി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പ് നോക്കണം നമ്മൾ. കാരണം ഉപ്പ് നോക്കിയാൽ അറിയാൻ പറ്റില്ല. കുഴപ്പമില്ല, കുറച്ചുകൂടെ വറ്റാനുണ്ട്. അപ്പോൾ വറ്റുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഉപ്പ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലരുവി കരയിൽ പഞ്ചമി വിരയും പടവും വരൂ
കുളിരും രാവിൽ എൻ്റെ ചോറ് വാങ്ങാം. നമ്മുടെ ചോറ് വളർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചോറ് എടുത്തേക്കാം. പഞ്ചമിടറും കടവിൽ അടിയിൽ പിടിച്ചോ എന്നൊരു സംശയമുണ്ട്, ഇല്ലാതെ ഇല്ല. ഒരു മണം വരുന്നത് പോലെ തോന്നുന്നുണ്ട്. പിടിച്ചില്ല, ഇപ്പോൾ പിടിക്കുമായിരുന്നു. നോക്കിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കുന്നത്. അടിയിൽ പിടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളമോ ഐസ് വെള്ളമോ എടുത്ത് വെച്ചിട്ട് ഈ മൺചട്ടി അങ്ങനെ ഇറക്കി ആ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തണുപ്പ് പെട്ടെന്ന് ഏറ്റ് ആ ചൂട് പോകുമ്പോഴത്തേക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. അത് നല്ലൊരു ടിപ്സാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റും. ഓവറായിട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്സാണ്. പിന്നെ നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്തു. അപ്പോൾ കറിയെല്ലാം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ ഉപ്പ് നോക്കാം. നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഉപ്പ് എങ്ങനെയാണ്, എന്താണ് സംഭവം. ഉണ്ട്, കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു ശകലം. അപ്പോൾ എൻ്റെ ടേസ്റ്റിനാണെങ്കിൽ ഒരല്പം കൂടെ വേണമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ അതനുസരിച്ചിട്ടാൽ മതി. അപ്പം നമുക്കിതിൻ്റെ ചക്കക്കുരു ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ആയി എന്നൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കശുവണ്ടി ഉണ്ടല്ലോ, പച്ച കശുവണ്ടി
കട്ട് ചെയ്തിട്ട് മുരിങ്ങയ്ക്കയോ അല്ലെങ്കിൽ കശുവണ്ടി മാത്രമൊക്കെ ചേർത്ത് ചെറിയ ഉള്ളി ഇട്ട് നമ്മൾ അവിയലോ തോരനോ അങ്ങനെ വെക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ കശുവണ്ടി കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. പുളി പ്രത്യേകിച്ച് ചക്കക്കുരുവൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ അത് കഴിക്കാനുള്ളൊരു ആകാംക്ഷയും കൂടുതലാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സ്നേഹിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ ബൈ.